അവർ പറഞ്ഞൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ അൻസാരികൾക്ക് വേറെ വാക്കില്ല. അപ്പോൾ അവർ പറഞ്ഞ വാക്കുണ്ട്, യാ റസൂലല്ലാഹ് ഖദ് ആമന്നാ ബിക വസദ്ദഖനാക വശഹിദ്നാ അലാ മാ ജീത ബിഹി വൽ ഹഖ്. യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്ത് ചെയ്തു? ദീനുമായി വന്നു, ഹക്കുമായി വന്ന സമയത്ത് എന്ത് ചെയ്തു? ഞങ്ങളത് വിശ്വസിച്ചു, ഞങ്ങളത് ശരിയാണ് എന്ന് എന്ത് ചെയ്തു? ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞങ്ങൾ യാ റസൂലല്ലാഹ് ഞങ്ങളെ കേട്ടോളാം, അനുസരിച്ചോളാം എന്ന് എന്ത് ചെയ്തു? ഞങ്ങൾക്ക് വാക്ക് തന്നു. നിങ്ങൾ കരുതുന്നുണ്ടോ ഞങ്ങൾ അൻസാരികൾ ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കാതെ, അല്ലെങ്കിൽ ഞങ്ങൾ മദീനയിലില്ല എന്നുള്ളൊരു വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങളെ രക്ഷിക്കൂല, നിങ്ങളെ കൂടെ വരില്ല നിങ്ങൾ കരുതുന്നുണ്ടോ? യാ റസൂലല്ലാഹ്, നിങ്ങൾക്ക് എന്താ വേണ്ടിച്ച് ഞങ്ങളോട് ചോദിച്ചോളി, നിങ്ങൾക്ക് എന്താ നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ എടുത്തോളി, ഞങ്ങളെ സ്വത്തിൽ നിങ്ങൾക്ക് എന്താ വേണ്ടിച്ച് എടുത്തോളി, എന്താ ബാക്കി വെക്കണമെന്ന് വെച്ചാൽ ബാക്കി വെച്ചോളി, നിങ്ങൾ എടുക്കുന്നതാണ് ഞങ്ങൾക്ക് ബാക്കി വെക്കുന്നതാട്ടിലും ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് പിന്നെ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കുകളുണ്ട്. ഫംദി യാ റസൂലല്ലാഹ് ലിമാറത്ത്, യാ റസൂലല്ലാഹ് നടന്നോളി, നിങ്ങൾ എന്താണോ നിങ്ങൾ ഖൈറായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അവിടേക്ക് നടന്നോളി. ഫനഹ്നു മഅക്, ഞങ്ങൾ നിങ്ങളെ പിന്നാലത്തുണ്ട്. വല്ലദീ ബഅസക ബിൽ ഹഖ്, ആരൊരാളാണ് അങ്ങേ അയച്ചത് അവൻ തന്നെയാണ് സത്യം. ലൗ ഇസ്തഅറത ബിനാ ഹാദൽ ബഹ്റ ഫഖുദ്, അതായത് നിങ്ങൾ കുറച്ചപ്പുറത്ത്, ഇതിന്റെ നേരെ അപ്പുറത്ത് കടലാണ്. അപ്പം ആ കടലിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആ കടൽ അങ്ങോട്ട് കടക്കാനാണ് പറയുന്നത്, നിങ്ങളാണ് കടന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നിങ്ങളെ പിന്നാലുണ്ടാവും. ഉമ്മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോലും എന്ത് ചെയ്യില്ല, പിന്തിരിഞ്ഞു പോകില്ല, ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അതായത് നിങ്ങൾക്കറിയില്ല ഞങ്ങളെന്താണ് യുദ്ധത്തിൽ എന്ന് പറഞ്ഞാൽ ശക്തമായി ഉറച്ചു നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്തല്ല ഒരു തമാശല്ല, ഞങ്ങൾ യുദ്ധത്തിൽ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്, ഞങ്ങൾ യുദ്ധത്തിൽ അത്രയും. എന്നിട്ട് പിന്നെ അവർ പോലെ അല്ലാഹു യുരീക മിന്നാ മാ തുഖറ ബിഹി ഐനക്, അതായത് അള്ളാഹുവിൻ്റെ റസൂലെ, നാളെ ഞങ്ങൾ ശത്രുക്കളോട് ഏറ്റുമുട്ടിയാൽ നിങ്ങളെ കൺകുളിർക്കുന്ന കാഴ്ച ഞങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? നിങ്ങൾ കാണും യാ റസൂലല്ലാഹ്. കാരണം അത്രക്കും ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടും എന്ന് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ കാണുന്ന വാദി ദഫ്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ആ ഒരു ഉറച്ച വാക്കുകൾ, അല്ലെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സപ്പോർട്ട്, അൻസാരികളുടെ പൂർണ്ണമായും റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കുന്ന പറഞ്ഞപ്പോൾ ഫസുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് വല്ലാണ്ട് സന്തോഷമായി എന്നാണ്. കാരണം ഈ കൂടെ വന്ന 313 പേരും ഒരു കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി പെട്ടെന്ന് വാളെടുത്ത് പോകുന്ന ഇവർ വലിയൊരു സൈന്യത്തെ നേരിടാൻ തന്റെ കൂടെ ഉറച്ചു നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് സഹാബത്തിനോട് പറഞ്ഞു, സിറു അബ്ഷിറു, എല്ലാവരും ഇതാ എണീക്കുക, അല്ലാഹ് പോവാ. വബ്ഷിറു എന്നുള്ള എന്ത് ചെയ്യുക? അങ്ങനെ സന്തോഷിക്കുക. ഫൈനല്ലാഹ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഖദ് വഅദനി ഇഹ്ദ ത്വായിഫതൈൻ, അതായത് രണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന്, കച്ചവട സംഘമോ അല്ലെങ്കിൽ സൈന്യമോ, രണ്ടാലൊന്ന് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. അപ്പം കച്ചവട സംഘം പോയ സ്ഥിതിക്ക് ഈ ഒരു സൈന്യം അത് നമുക്കുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുകയും അങ്ങനെ എന്ത് ചെയ്തു? ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അവർ ബദറിലേക്ക് പുറപ്പെടുന്നത്. അപ്പോൾ ഈ കാണുന്ന മനോഹരമായ വാദി, അതിന് നടുവിലുള്ള ഒരു ഒറ്റപ്പെട്ട ഒരു കിണർ, അപ്പോൾ ഇതാണ് വാദി ദഫ്രാൻ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധമായി മാറുന്നത്. അതായത് മദീനയിൽ നിന്ന് ഒരു കച്ചവട സംഘത്തെ പിടികൂടുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം കിട്ടിയ കയ്യിലെടുത്ത ആയുധങ്ങളുമായിട്ട് പുറപ്പെട്ട സഹാബത്ത് ഇവിടെ വന്നതിന് ശേഷമാണ് മൊത്തത്തിൽ എന്ത് ചെയ്തു? പിക്ചർ അങ്ങോട്ട് മാറിയിട്ട് എന്ത് ചെയ്തു? ആ കച്ചവട സംഘം മാറിയിട്ട് വലിയൊരു സൈന്യവും യുദ്ധവും ഒക്കെ ആയി മാറുന്നത് ഈ ഒരു വാദി ദഫ്രാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അതേപോലെ